വിഷയത്തില് ഇന്നലെ വോട്ടെടുപ്പിന് വരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്നത് പോലെ ഈ പോലീസ് ഇത്രയും അഹങ്കാരത്തോടുകൂടിയും ധിക്കാരത്തോടുകൂടിയും കേരള ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടും മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും ഒരു തന്റേടിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇന്ന് കേരളം ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേരളം തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. ഇത്രയും സമസ്ത ജനങ്ങളും സമസ്ത മേഖലയും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് പോലും അന്ന് എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള നിലയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിന് ജനങ്ങൾ മറുപടി കൊടുക്കും. അത് BJP തയ്യാറാക്കിയ പ്രീ പോൾ പോസ്റ്റ് തന്നെയാണ്. അത് ശ്രീലേഖ മുഖാന്തരം പുറത്തുവിട്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ പ്രീ പോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ആണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം അവർ നടത്തിയിരിക്കുന്നത്. മറ്റാര് ചെയ്യുന്ന കുറ്റത്തെക്കാൾ ഗൗരവമുള്ള കുറ്റമാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ എസ് സുരേഷ് ഉൾപ്പെടെ അത് പങ്കുവച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അത് BJP ഓഫീസിൽ നിന്നുള്ളതാണല്ലോ. തെളിവ് അത് BJPയുടെ ഓഫീസിൽ നിന്ന് തയ്യാറാക്കി ശ്രീലേഖ മുഖാന്തരം പുറത്തുവിട്ട സ്ക്രീൻ ഷോട്ടാണ്. വ്യാജമാണെന്ന് പറയില്ല. യഥാർത്ഥത്തിൽ നിർമ്മിച്ചിട്ട് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്കെതിരാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്.